പക്ഷെ ഞാൻ അങ്ങയുടെ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ്, അങ്ങയുടെ നേതാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ, വി കനോട്ട് സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സർ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേന്ദ്രം കേട്ട് കേരളത്തിന്റെ വെട്ടിക്കുറച്ചത് എന്നുള്ളത്. ഒന്നുകിൽ അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ ഉണ്ടായിരുന്നു. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഈ ശക്തമായ ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ നടന്ന ഭരണ പ്രതിപക്ഷ തർക്കത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ ധനമന്ത്രി KN ബാലഗോപാലിനോട് കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചത്. മുതിർന്ന പ്രതിപക്ഷ അംഗമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ മറുപടി KN ബാലഗോപാലിന്റെ പക്കലുണ്ടായിരുന്നു. KN ബാലഗോപാൽ തെലങ്കാനയിലെ സംഭവങ്ങൾ അടക്കം ഉദ്ധരിച്ച് നൽകിയ മറുപടി പ്രതിപക്ഷത്തെ അസ്വസ്ഥമാക്കി എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബാലഗോപാൽ നടത്തിയ ഒരു പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് സഭയിൽ ചില തർക്കത്തിന് കാരണമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ മുഴുവനായി ഒന്ന് കാണാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, നമ്മളുടെ കണക്കുകൾ അനുസരിച്ച് ശമ്പളത്തിന് 35%, പെൻഷന് 18%, പലിശയ്ക്ക് 24%, എല്ലാം കൂടി വരുമ്പോഴേക്ക് 77%. സർ, ഇതിനകത്ത് ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് ഇതിൽ പലതും. അതിന് വികസനത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നതിൻ്റെ ബാലൻസ് മാത്രമാണ്. സർ, അത് ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള, അതിൽ നമുക്ക് പലിശ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശമ്പളം കുറയ്ക്കാൻ പറ്റുമോ? പെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ? അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. സാർ, ഇപ്പോൾ പലിശ 24%. അങ്ങിപ്പോൾ സൂചിപ്പിച്ച കിഫ്ബിയുടെ തിരിച്ചടവ് ബാക്കി കൂടി വരുമ്പോൾ പലിശയുടെ പെർസെൻറ്റേജ് പിന്നെയും കൂടി വരികയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 23% നമ്മളുടെ ബാലൻസ് വരുന്നത് വീണ്ടും കുറഞ്ഞു പോരുകയാണ്. അങ്ങ് വളരെ നല്ല രൂപത്തിലുള്ള സംസ്ഥാനം മുന്നോട്ട് പോകുന്നു, നല്ല ലാൻഡിംഗ് ഉണ്ടാകുന്നു, നല്ല ടേക്ക് ഓഫ് ഉണ്ടാകുന്നു ഒക്കെ അങ്ങയുടെ ചിന്തയോട് ഞാനും ഷെയർ ചെയ്യുകയാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതുകൊണ്ട് പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്? സാർ, അങ്ങ് പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. പലിശ കുറച്ചും ചെലവ് കുറച്ചുമാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങ് പറഞ്ഞത്. സാർ, പലിശ കുറയണം, പെർസെൻറ്റേജിനകത്ത് തർക്കമില്ല. സാർ, യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ ഒരു വർഷം 24,000 കോടിയാണ് ടാക്സ് വിഹിതം കിട്ടുന്നതെങ്കിൽ നമ്മുടെ തത്തുല്യമായി കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റേറ്റുകൾക്ക് അത് 48,000 കോടിയായി എന്നുള്ള കണക്കുകളുണ്ടല്ലോ. കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ടുള്ള UPയും ബീഹാറും ഒക്കെ എടുത്താൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കണക്കെടുക്കുന്നതെങ്കിലും അവർക്ക് 17% ജനസംഖ്യ ഉണ്ടെങ്കിൽ 18%-ലധികം അവർക്ക് കിട്ടുന്നുണ്ട്. ഏതാ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം? എല്ലായിടത്തും ആ കുറവ് വരുവാണ് സാർ. നമുക്ക് യഥാർത്ഥ പ്രശ്നം, ഇന്ത്യ ഗവൺമെന്റ് ആകെ അവരുടെ ഒരു വർഷത്തെ വരുമാനം ഏകദേശം 50 ലക്ഷം കോടി രൂപയാണ് സാർ, വരവും ചെലവും. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ വർഷം പറഞ്ഞു 4,90,000 കോടി സംതിങ് ആണ് ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് പുതുതായി കൊടുക്കാൻ തീരുമാനിച്ചത്. സാർ, 25 ലക്ഷം സംസ്ഥാനത്തിന് കൊടുക്കുന്നെങ്കിൽ 3% ആണെങ്കിൽ നമുക്ക് 75,000 കോടി കിട്ടണം. 25 ലക്ഷം കൊടുക്കുന്നെങ്കിൽ 3% ആണെങ്കിൽ അത്രയും കിട്ടണമല്ലോ. ഇനി 2.9% സംതിങ് ആണ് ഇപ്പോൾ പോപ്പുലേഷൻ, അതിനനുസരിച്ച് ചെറിയ കുറവ് വരും. സാർ, നമുക്ക് കിട്ടുന്നത് 33,000-34,000 കോടിയാണ്. സാർ, കിട്ടേണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല. ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംയുക്തമായി പറയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അല്ലാതെ കടമെടുക്കുന്നതിന്റെ പരിധിക്കകത്ത് എടുക്കാൻ പറ്റൂ, അതിന്റെ പലിശ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ സാർ, നാളെ എന്തിൽ നിന്നാണ് നമുക്ക് ഇൻകം ഉണ്ടാവുക? സാർ, എഫക്റ്റീവ് അപ്പൊ അങ്ങ് പറഞ്ഞു ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടത്ര നടക്കുന്നില്ലെന്ന്. സാർ, ബഡ്ജറ്റിന്റെ ഗ്ലാൻസിന്റെ ആദ്യത്തെ ടേബിളിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അടുത്ത ഈ വർഷം 16,646 കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്ച്വൽ. പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 22,806 കോടി നടന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കിഫ്ബി അടക്കമുള്ള ഇൻവെസ്റ്റ്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങയുടെ ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ്, അങ്ങയുടെ നേതാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ, വി കനോട്ട് സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിക്കോസ് the situation is so worse. So Telangana പോലുള്ള സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, വി ആർ നോട്ട് ഏബിൾ ടു സ്പെൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പറഞ്ഞത് വെറുതെ പത്രത്തിൽ പറഞ്ഞല്ല. ഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ, ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ തെലങ്കാന മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതാണ്, തെലങ്കാന പോലുള്ള സ്റ്റേറ്റിന് പോലും മൂലധനം നിക്ഷേപിക്കാൻ പറ്റുന്നില്ലാത്ത തരത്തിലേക്കാണ് ഈ സാമ്പത്തിക
സമീപനം. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നമ്മൾ സംയുക്തമായി പറയേണ്ട കാര്യം അത് തന്നെയാണ് സാർ. അല്ലാതെ പലിശ കുറച്ച് നമുക്കിതെല്ലാം നിർത്താനല്ല. നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ബാധ്യത വരില്ല. ഇത്രയും ശ്വാസം പിടിച്ചു സാർ. ലാൻഡിങ്ങും പിന്നെ ഒക്കെ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത്. സുനിത വില്യംസിനെ പോലെ ഇത്രയും പ്രതിസന്ധിക്ക് ഇടയ്ക്ക് വന്ന് വീണ്ടും നാളെ നാട്ടിലേക്ക് എത്തുന്ന സുനിത വില്യംസിനെ പോലെ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ് അങ്ങ് നികുതി പിരിവ് ഊർജിതമാക്കുന്നു എന്നെല്ലാം അങ്ങ് പറഞ്ഞപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ റീ എസ്റ്റിമേഷൻ വന്നപ്പോൾ 3000 കോടി കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ബഡ്ജറ്റിൻ ബ്രീഫിലെ A39 ടേബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 22,814 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഇതിൽ തന്നെ 16,201 കോടി രൂപ ഒരു തടസ്സവും കൂടാതെ പിരിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. സാർ, ഇതിനെ ആരൊക്കെ നികുതി നൽകി ആരൊക്കെ നികുതി നൽകിയില്ല എന്ന് അറിയുന്നത് ഇന്റേണൽ ഓഡിറ്റ് വരുമ്പോഴാണ്. സാർ, CNTG-യുടെ 2023-24 റിപ്പോർട്ടിൽ തന്നെ ഇന്റേണൽ ഓഡിറ്റ് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, പല ഡിപ്പാർട്ട്മെന്റുകളും ഇന്റേണൽ ഓഡിറ്റിന് വിമുഖത കാണിക്കുകയാണ്. CNTG നോട്ടീസ് കൊടുക്കുമ്പോഴാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് അവർ തയ്യാറാകുന്നത് തന്നെ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലെ ഇന്റേണൽ ഓഡിറ്റ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? സാർ, നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ ഓഡിറ്റ് വളരെ കൃത്യമായി നടപ്പിലാക്കണമെന്നുള്ളത് സർക്കാരിന്റെ ഒരു സമീപനമാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫിനാൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സാർ, അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല. പലപ്പോഴും ഇൻസ്പെക്ഷൻ വിങ്ങും പ്രത്യേകം പോയി പരിശോധിക്കുകയും ഓഡിറ്റ് വിങ്ങിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആ കാര്യം ശക്തമാക്കും സാർ. ശ്രീ TJ വിനോദ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിനൊപ്പം ജനക്ഷേമവും കരുതലും എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പാരമ്പര്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പദ്ധതി അടങ്ങിന്റെ 30% ഗ്രാന്റായി അനുവദിക്കുന്നു. കൂടാതെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പളവും ബാധ്യതയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഇതിന്റെ എല്ലാം ഒരു സൈഡ് എഫക്ട് പെർസിസ്റ്റന്റ് ആയ റവന്യൂ കമ്മിയാണ്. വിവിധ ധനകാര്യ കമ്മീഷനുകൾ സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ച് കമ്മി നികത്തുന്നതിലേക്കായി നോൺ പ്ലാൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ശുപാർശ ചെയ്യുകയും അത് അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം, 14-15 ധനകാര്യ കമ്മീഷനുകൾ എന്തൊക്കെ നിബന്ധനകൾക്ക് വിധേയമായാണ് എത്ര ഗ്രാന്റ് ആണ് അനുവദിച്ചിട്ടുള്ളത്? ഈ നിബന്ധനകൾ സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ടോ? സാർ, വളരെ വിശദമായ കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അതെല്ലാം ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ പൊതുവിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ തുക തരില്ല എന്ന് നമുക്കറിയാം. നിബന്ധനകളുടെ സ്ട്രിഞ്ചൻസിയുടെ ഉദാഹരണമാണല്ലോ ചൂരൽമലയിലെ ഇപ്പോ മാർച്ച് 31-നകം ചെലവാക്കണമെന്നുള്ളത്. ഇതുപോലെയൊക്കെയുള്ള നിബന്ധനകൾ ഉൾപ്പെടെയാണുള്ളത്. അപ്പൊ നിബന്ധനകൾ പലതും പറയാറുണ്ട്. നമ്മൾ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ കേന്ദ്രം അടുത്ത ആ ഗഡുവായിട്ടുള്ള പണം തരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ പാലിച്ച് തന്നെയാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ചില മാറ്റങ്ങൾ പ്രായോഗികമായുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ നിയമവും നിർദ്ദേശവും അനുസരിച്ച് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നു. സാറേ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞ സമയത്ത് പ്രതിപക്ഷം പറഞ്ഞിട്ട് കേന്ദ്രം കേട്ടു, അത് വെട്ടിക്കുറച്ചു എന്നൊരു പരാമർശം നടത്തി. ഞങ്ങൾ പറഞ്ഞിട്ടാണോ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പരാമർശമാണ്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടല്ല കേന്ദ്രം കേട്ടത്. ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇത് അപകടത്തിലെത്തും, ഈ എടുക്കുന്ന കടം ഭാവിയിൽ കടമെടുപ്പിന്റെ പരിധിയിൽ വരും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സാർ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേന്ദ്രം കേട്ട് കേരളത്തിന്റെ വെട്ടിക്കുറച്ചത് എന്നുള്ളത് ഒന്നുകിൽ അങ്ങ് പിൻവലിക്കണം, അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ ഉണ്ടായിരുന്നു. വിവാദം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു വസ്തുത പറഞ്ഞതേ ഉള്ളൂ സാർ. കാരണം CNTG റിപ്പോർട്ടും അല്ല, ഞാൻ അന്നത്തെ ഈ കഴിഞ്ഞ അസംബ്ലി സമയത്ത് എന്തും വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ഈ കിഫ്ബിയുടെ പേരിലും ഇതിന്റെ പേരിലും എന്തും വേണ്ടി വിവാദമാണ് സാർ ഉണ്ടായത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? CNTG റിപ്പോർട്ട് മറ്റു കാര്യങ്ങൾ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ പ്രതിപക്ഷത്തിന്റെ ഈ ശക്തമായ ഞാൻ പറഞ്ഞോട്ടെ പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടുകളും ശക്തമായ പ്രശ്നവും കേന്ദ്രത്തിന്റെ സമീപനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാക്കാം. Rule 50.